ഹലോ, അസ്സലാമലൈക്കും. ഫാംനെസ്സിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നു, കാരമൽ ചെയ്തെടുക്കുന്നു കേട്ടോ. ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ കാരമൽ ചെയ്തെടുക്കുന്നു. പഞ്ചസാര നല്ലോണം ഉരുകി വരുന്നു. പഞ്ചസാര നല്ലോണം ഉരുകി വരട്ടെ. പഞ്ചസാര നല്ലോണം ഉരുകി വരുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടത് കേട്ടോ. ഇത് നല്ലൊരു കളറായി വരണം, എന്നാലേ നമ്മളെ കേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പഞ്ചസാര നല്ലോണം ഉരുകി വരുന്നുണ്ട് കണ്ടോ. അതേപോലെ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ദൂരോട്ട് നിന്ന് ഒഴിക്കണം. പഞ്ചസാര നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പഞ്ചസാര ഉരുക്കിയത് ഒഴിക്കുന്നു, കാരമൽ ഒഴിക്കുന്നു. നല്ല കളറായി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു. ഇത് അവിടെ കിടന്ന് ആവട്ടെ. ഇനി ഞാനൊരു കപ്പ് മൈദ എടുക്കുന്നു. നല്ലോണം അരിച്ചെടുക്കണം. ഇതെന്തായാലും അരിച്ചെടുക്കണം, നിർബന്ധമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം എടുക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 സ്പൂണിൻ്റെ പഞ്ചസാര ചേർക്കുന്നു ഈ മിക്സിയുടെ ജാറിലേക്ക്. അതിലേക്ക് ഞാൻ 4 ഗ്രാമ്പൂ ചേർക്കുന്നു. 4 നല്ല 5 ഉണ്ട്. തൊലി കളഞ്ഞ അതേപോലെ ഉള്ള ഒരു ഏലക്കായി. കണ്ടില്ലേ, ഇതേപോലെ തൊലി എടുക്കണം, തൊലി ഇടാൻ നിൽക്കണ്ട. ചെറിയ 2 കഷ്ണം കറുവപ്പട്ട ചേർക്കുന്നു. അതിലേക്ക് ഞാനൊരു സ്പൂണ് ഓയിൽ ചേർക്കുന്നു. അതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നു.
ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിൽ ഒരു മിനിറ്റ് അടിച്ചെടുക്കുന്നു. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഈ ജാറിലേക്ക് ഇടുന്നു. മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ അടിച്ചെടുക്കുന്നു. 2 തവണയായിട്ട് ഞാൻ അടിച്ചെടുക്കുന്നു. 1 സെക്കൻഡ് അടിച്ചാൽ മതി കേട്ടോ. വീണ്ടും ഞാൻ ബാക്കിയുള്ള മൈദ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടുന്നു. അങ്ങനെ ഞാൻ ചെറിയൊരു കേക്ക് ടിന്നാണ് കേട്ടോ, അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഈ കേക്കിൻ്റെ ഒഴിച്ച് കൊടുക്കുന്നു. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഇതേപോലത്തെ ഒരു കുക്കറാണ് അടുപ്പത്ത് വെച്ച് 10 മിനിറ്റായി ചൂടാക്കാൻ വെച്ചിട്ട്. അതിലേക്ക് ഞാനൊരു റിങ് താഴ്ത്തി കൊടുക്കുന്നു. കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുക്കുന്നു. നമ്മുടെ കേക്ക് ബാറ്റർ ഇതാ, ഇതേപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഞാനിത് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ആദ്യം കുറച്ച് നേരം അങ്ങനെ വെക്കണം. ഓക്കെ, ഇനി ഉണ്ടാക്കിയിട്ട് കാണാം. നമ്മളെ കേക്ക് 40 മിനിറ്റ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ തുറന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, നല്ലോണം കുക്കായിട്ടുണ്ട്. ഉണ്ടോ, കാണുന്നുണ്ടോ? ഒന്നും കത്തിയോണ്ട് ഇതുപോലെ കുത്തി നോക്കിയാൽ മതി, പറ്റുന്നൊന്നുമില്ല. ഉണ്ടോ? ഓക്കെ, നമുക്ക് പാത്രത്തിൻ്റെ ഇതൊന്ന് എടുത്ത് നോക്കാം. ഉണ്ടോ?
നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. കണ്ടോ? അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കണ്ടോ? കണ്ടോ? നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.